ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ എപ്പോൾ പ്ലേറ്റ് കാലിയായി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ടേസ്റ്റിയായ പാൽ കൊഴുക്കട്ട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ചൂടുകാലത്ത് എണ്ണയിലൊന്നും പൊരിക്കാതെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് തിളക്കുന്ന വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരി എടുത്ത് അതേ അളവിൽ തന്നെയാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഒരു 2-3 മിനിറ്റ് ഞാനിതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് നന്നായി തന്നെ ഇതുപോലെ കുഴച്ചെടുക്കാം. ഇനി കൈവെള്ളയിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെള്ളം തടവി കൊടുത്താൽ മതി. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ വളരെ ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 1 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് 1-ാം പാലും 2-ാം പാലും എടുത്തതാണ്. ഇപ്പോൾ എനിക്കിവിടെ 2 കപ്പ് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് തേങ്ങാപ്പാൽ വേണ്ടത്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 3 ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നമുക്കിതൊന്ന് അലിയിച്ചെടുക്കാം. ഇപ്പോൾ ഈ ബോൾസ് എല്ലാം അലിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാൽ തിളപ്പിക്കാനായി ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടാവുമ്പോൾ, അതായത് തിള വരാൻ തുടങ്ങുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് നമുക്കിതിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബോൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമ്മൾ ഇളക്കാൻ പാടില്ല. ഇതിൽ നിന്ന് തവി എടുത്ത് മാറ്റണം. തവി എടുത്ത് മാറ്റി നമുക്കിതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഞാൻ 5 മിനിറ്റ് സമയം വേവിച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് മെല്ലെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ആ 5 മിനിറ്റ് നമ്മൾ ഇളക്കരുത് കേട്ടോ. 5 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ ഇതാ നമ്മൾ മെല്ലെ ഈ തവിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുള്ളത്. ഇപ്പം നമ്മുടെ ബോൾസൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ആ മാവുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിക്കണ്ട കേട്ടോ. നമ്മൾ ഇതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇത് തുറന്ന് നമുക്ക് മെല്ലെ മെല്ലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഈ പിടി നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി മൂടി വെച്ച് വേവിക്കേണ്ട. അതായത് ഇതുപോലെ നോക്കിയാൽ മതി. നമുക്ക് വെന്തിട്ടുണ്ടോ നോക്കിയാൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പിടി ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളുടെ പാൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് താളിച്ച് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പിലയും കൂടി വറുത്ത് നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയായ പാൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് ശർക്കര ചീകിയത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നില്ലേ, ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നല്ല ഹെൽത്തി ആയ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.